ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ പണം കൊടുത്ത് അട്ടിമറിച്ചവർക്കെതിരെയുള്ള ഒരു മധുര പ്രതികാരം. പണാധിപത്യത്തിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. EMSന്റെ നാടായ ഏലംകുളത്ത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇവിടെ വലിയ പ്രക്ഷുബ്ധ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യം UDF അധികാരം പിടിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു. ഒരു UDFനൊപ്പമുള്ള ഒരു മെമ്പർ LDFനൊപ്പം ചേർന്ന് പിന്നെ LDF ഭരിച്ചു 1 വർഷം. ആ 1 വർഷം ഭരണത്തിൽ LDF മുന്നോട്ട് പോകുമ്പോഴൊക്കെ UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ അതൊരു മുറിവായിരുന്നു. അന്നേ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏലംകുളത്തെ മണ്ണ് UDFനെ അധികാരത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഉറപ്പായിട്ടും അധികാരത്തിൽ എത്തിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ജനം തീരുമാനിച്ചതിന്റെ തെളിവാണ് UDF വീണ്ടും ഏലംകുളത്ത് EMSന്റെ നാട്ടിൽ, ജന്മനാട്ടിൽ ഏലംകുളം പഞ്ചായത്തിൽ UDF അധികാരത്തിൽ എത്തിയിരിക്കുന്നു. 18ൽ 10 വാർഡുകൾ നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. അന്ന് നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ജയം ഉറപ്പാണെന്ന്. മാത്രമല്ല LDFന്റെ നേതാക്കളൊക്കെ പറഞ്ഞത് ജയിച്ചു കഴിഞ്ഞു, ഇനി എത്ര കൂടുതൽ വാർഡ് മെമ്പർമാർ കിട്ടും എന്ന് നോക്കാനുണ്ടെന്ന് പറഞ്ഞു. ഷെയ്സാദെ, ഈ വിജയം ഒരുപക്ഷെ നിങ്ങളുടെ മധുര പ്രതികാരം വീട്ടിൽ കൂടിയാണെന്ന് പൊതുവെ എല്ലാവർക്കും തോന്നിയാൽ സത്യമല്ലേ? തീർച്ചയായും. പ്രധാനമായും UDF ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ളത് 1980 മുതൽ 2020 വരെയുള്ള 40 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണവും കഴിഞ്ഞ 2020 മുതൽ 24 വരെയുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണവും. ആ ഭരണത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഒരു ഗ്രാമപഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഈ ഏലംകുളത്തെ ജനത ശരിക്കും മനസ്സിലാക്കിയ 4 വർഷക്കാലമായിരുന്നു കഴിഞ്ഞ 2020-24. പക്ഷെ ആ ഭരണസമിതിയെ പണം കൊടുത്ത് ജനാധിപത്യം അട്ടിമറിച്ച് ഈ ജനങ്ങളെ, ഏലംകുളത്തെ ജനതയെ വെല്ലുവിളിച്ചവർക്കുള്ള ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി. 2 കാര്യങ്ങളാണ് ഞങ്ങളുടെ വിജയത്തിലെ പ്രധാന ഘടകം. വികസന മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ UDF വരണം എന്നുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ പണം കൊടുത്ത് അട്ടിമറിച്ചവർക്കെതിരെയുള്ള ഒരു മധുര പ്രതികാരം. ഞങ്ങളുടെ മധുര പ്രതികാരമല്ല, ജനങ്ങൾ, ഏലംകുളത്തെ ജനത കൃത്യമായിട്ടുള്ള ഒരു പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഈ ജയം ശരിക്കും പറഞ്ഞാല് ജനങ്ങൾ നിങ്ങളെ സ്വീകരിച്ചതിന്റെ ഒരു തെളിവാണ്. ജനങ്ങൾ നിങ്ങളെ ഉൾക്കൊണ്ടതിന്റെയും ജനങ്ങൾ നിങ്ങളെ വീണ്ടും അധികാരത്തിലെത്തിക്കണമെന്ന് തീരുമാനിച്ചതിന്റെയും ഒരു തെളിവായിട്ട് കാണാൻ പറ്റുമല്ലേ? തീർച്ചയായും, യാതൊരു സംശയമല്ല. ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ നടന്നതിന് അതിന് പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുതിയ ഭരണസമിതി പൂർണ്ണമായും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള ഒരു ഭരണസമിതിയായിരിക്കും ഇവിടെ വരാൻ പോകും. ഏലംകുളത്ത് UDFന് വീണ്ടും അധികാരം പിടിക്കാൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കളുടെ നേരത്തെ കൺവീനർ ഷെയ്സാദ്, അതുകൂടാതെ ഇവിടുത്തെ ഈ ഏലംകുളത്തിന്റെ, അതായത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തും ഓരോ നേതാക്കൾക്കാണ് അതിന്റെ ചുമതല കൊടുത്തിരുന്നതിൽ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം ട്രഷററാണ് നാലകത്ത് ഷൗക്കത്ത്. അദ്ദേഹം നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ കൂടിയായിരുന്നു. അതുകൂടാതെ ഏലംകുളത്തിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, പ്രവർത്തന പരിചയമുള്ളവർ ഈ ചുമതല ഏൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ജയത്തിലെ അവസാനിക്കുകയുള്ളത്. ഒരുപക്ഷെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഏലംകുളത്തെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആ തീരുമാനം നടപ്പാക്കിയതാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഏലംകുളത്തെ ജനങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ തീർച്ചപ്പെടുത്തിയത് 40 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഏലംകുളം പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം ഇടതുപക്ഷം UDFന് ഒരു അവസരം തന്നു. ആ അവസരം വിലയിരുത്തുമ്പോൾ 40 വർഷത്തെയും 4 വർഷത്തെയും വിലയിരുത്തിയതിൽ ഏലംകുളം പഞ്ചായത്തിൽ വലിയ വികസന മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജനങ്ങൾ തീർച്ചയായും വിലയിരുത്തി. രണ്ടാമത് ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ അപാകത വന്നത് കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞോടുകൂടെ അവസാനത്തെ ഒരു വർഷം ഭീമമായ സംഖ്യ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ സംഖ്യ കൊടുത്ത് പണാധിപത്യത്തിനെതിരെയുള്ള ഒരു ജനവിധി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഉത്ഭുതരായ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു, ഇത് CPMന് ഏറ്റവും തിരിച്ചടി, വലിയ വില നൽകേണ്ടി വരുമെന്ന്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും ജനങ്ങൾ തന്ന ഈ ഉത്തരവാദിത്വം, അത് അതിന്റെ ഗൗരവത്തോടു കൂടെ തന്നെ ഈ ഏലംകുളം പഞ്ചായത്ത് ഭരണസമിതി, UDFന്റെ ഭരണസമിതി ഒറ്റക്കെട്ടായിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സുകുമാരന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനമായിരിക്കും ഈ ഏലംകുളം പഞ്ചായത്തിൽ കാഴ്ചവെക്കുക. തീർച്ചയായും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു
വികസന മാർഗരേഖയാണ് UDF പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് സ്ഥാനത്ത് ഏലംകുളത്തേക്ക് 2 വനിതകളാണ് പ്രഥമ പരിഗണനയിലുള്ളത്. ഒരാള് നാജിയ 10ാം വാർഡിൽ നിന്നും 4ാം വാർഡിൽ നിന്നും വിജയിച്ച, അതും 460 വോട്ടാണ്. 460ഓളം വോട്ട്. 66 വോട്ടിന് വിജയിക്കുക, അതും ഈ ഇടതുപക്ഷ കോട്ട എന്നൊക്കെ അവകാശപ്പെടുന്ന സ്ഥലത്ത്, അതൊക്കെ വലിയ സംഭവം തന്നെയാണ്. നാജിയ ഒരുപക്ഷെ ഇവിടെ ആകെ 2 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതിൽ ഒരാള് നാജിയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ എന്താ പറയാ ഉത്തരവാദിത്തമേൽക്കലായി മാറില്ലേ? അതെ, വലിയ ഉത്തരവാദിത്തമാണ്. 100% പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാല് ആ സ്ഥാനം ഏറ്റെടുക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. പാർട്ടി അങ്ങനെ തീരുമാനം എടുത്ത് കഴിഞ്ഞാലോ? കഴിഞ്ഞാല് ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം, കൂട്ടായ തുടക്കത്തിന്റെ നേതൃത്വം വഹിക്കാനാണ് ഒരുപക്ഷെ പാർട്ടി ഏൽപ്പിക്കുന്നതെങ്കിൽ അതൊരു വലിയ ഉത്തരവാദിത്തമായി മാറും. വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോവുക, ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് തന്നെ. ഈ വിജയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏലംകുളത്ത് വിദ്യാസമ്പന്നരായ ഒരു യുവത്വത്തിന്റെ പണാധിപത്യത്തിനോടുള്ള അവരുടെ ഒരു പ്രതികരണമാണ് ഈ ഇലക്ഷന്റെ വിജയം, റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ മുന്നുള്ളതിനെല്ലാം ജനങ്ങൾ മാറി ചിന്തിച്ചതും അത് മാത്രമല്ല വിദ്യാസമ്പന്നരായ യുവത്വത്തിന്റെ ഒരു പ്രതികരണം. അപ്പോ ആ യുവത്തിനോടും അതുപോലെ തന്നെ ജനങ്ങളോടും ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്നുള്ള വിശ്വാസമുണ്ടല്ലേ? അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 1 വർഷത്തെ പ്രസിഡന്റ് ആയിരുന്ന സുധീർ ബാബു ഇല്ലേ, ആ സുധീർ ബാബുവിന്റെ വാർഡിൽ നിന്നാണ് താങ്കൾ വിജയിച്ച കാര്യങ്ങൾ. അതും CPM ഒരിക്കലും തോൽക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു വാർഡായിരുന്നു. അവിടെ ഇത്രയും ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞാല് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് വോട്ട് ചെയ്തതായിരിക്കും. എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും വോട്ട് ചെയ്തതിന്റെ ഫലമാണ്. അതാണല്ലേ. ഇനി അടുത്തതായിട്ട് 2 പേരാണല്ലോ ഏലംകുളത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി പ്രധാനമായിട്ടും എല്ലാവരും പരിഗണിക്കുന്നത്. ഷഹീന ടീച്ചർ 10ാം വാർഡിൽ നിന്നും വിജയിച്ചത്. നല്ല ഭൂരിപക്ഷം കിട്ടിക്കാണോ? അവിടെ 306 ഭൂരിപക്ഷം കിട്ടിയാണ് വിജയിച്ചത്. അപ്പൊ നേരത്തെ അവിടെ LDFന്റെ വാർഡായിരുന്നു, അത് UDF പുതിയ വാർഡാണ്. 16-18 ആയപ്പോൾ വാർഡ്. ഇനിയിപ്പോ പാർട്ടി 2 പേരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF നേതൃത്വം പരിഗണിക്കുന്നത്. ഒരു മുഖം കഴിഞ്ഞു, ഇനി താങ്കളാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഒരു വർഷത്തിന് മുമ്പ് 4 വർഷം ഇവിടെയുള്ള പലരും പറയാറുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തിയ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന്. UDF പ്രവർത്തകരായിരിക്കും പറയുന്നത് എന്നോട്. എനിക്ക് ആരൊക്കെ പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ എങ്ങനെയാ അത് ഏറ്റെടുക്കുക? എന്നെ നിർത്തിയത് എന്റെ പാർട്ടിയാണ്. ഇതുവരെ കൂടെ നിന്നതും പാർട്ടിയാണ്. പാർട്ടി എനിക്ക് അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 100% പാർട്ടിയുടെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നുള്ളത് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണം കൊണ്ട് ഒരു മെമ്പറെ അട്ടിമറിച്ച് നമ്മുടെ ഭരണം പോയതാണ്. നമ്മുടെ നാടിന്റെ ഒരു മധുര പ്രതികാരമായിട്ടാണ് നമുക്ക് ഭരണം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ പ്രതികാരം കിട്ടിയ ജനങ്ങളുടെ കൂടെ നിന്ന് തന്നെ നമ്മൾ ആ ദൗത്യം ചെയ്യണമെന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം, അവർക്ക് എന്താവശ്യം? ഇപ്പോ നല്ല റോഡുകൾ, അതുകൂടാതെ കുടിവെള്ള പ്രശ്നം, ഇപ്പോ അത് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ നിങ്ങളിൽ ഒരു വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ തന്നെ നിന്നെല്ലാം എല്ലാറ്റിനും ഈ UDF നേതൃത്വം തന്നെ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. അതൊരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ മാത്രമല്ല, എല്ലാം നിർവഹിക്കൽ കൂടിയാകും. 40 വർഷം തീരാത്ത ഒരു കുടിവെള്ള പ്രശ്നം 4 വർഷം കൊണ്ട് UDF തീർത്തു എന്നെങ്കിൽ ഇത് ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. എല്ലാം നടപ്പാക്കാൻ കഴിയും. ഒരു പ്രശ്നമില്ല. വിദ്യാഭ്യാസം, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ അടിയന്തരമായിട്ട് വേണ്ട പ്രശ്നങ്ങളിലൊക്കെ ആദ്യം നമ്മള് ശ്രദ്ധ കൊടുക്കും. ഏതായാലും UDFന്റെ 2 പേരാണ് മുസ്ലിം ലീഗിലെ മെമ്പർമാരാണ്. ഇവർ 2 പേരുമാണ് പ്രധാനമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. ഈ 2ൽ ആരാണെന്നുള്ള കാര്യം ഇനിയിപ്പോ നമുക്ക് 21-ാം തീയതി കഴിഞ്ഞു, 27-നുള്ളിൽ ഏതായാലും പ്രഖ്യാപിക്കും. ഏകദേശം ഈ 2 പേരിൽ ആരാകുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. പുറമേ ഉള്ള ഈ ഏലംകുളത്തുകാർക്കും ഇവരിൽ ആരാവുന്ന കാര്യത്തിൽ ധാരണയുണ്ട്. ഞാൻ ഏതായാലും പറയുന്നില്ല. ചരിത്ര വിജയമാണ് UDF ഇവിടെ നേടിയിരിക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ 4 വർഷം ഭരിച്ചതിന് ശേഷം ഇറങ്ങി പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വന്നപ്പോഴും ജനങ്ങൾ ഇവരെ കൈവിട്ടിട്ടുണ്ടായില്ല, കാത്തിരിക്കായിരുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല. വീണ്ടും UDF ഈ EMSന്റെ മണ്ണിൽ അധികാരത്തിലെത്തുന്നു.
മധുര പ്രതികാരം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല. ജനം തീരുമാനിച്ചല്ലോ ഏത് വഴിയാണ്, എങ്ങനെയാണ്, ആരാണ് വരേണ്ടതെന്ന് ജനം തീരുമാനിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനം തീരുമാനിക്കുന്നു ആരെ വാഴിക്കണമെന്ന്. ഈ ഏലംകുളത്ത് EMSന്റെ നാട്ടിൽ UDFനെ വാഴിക്കണമെന്ന് ജനം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം ജനം നടപ്പാക്കി. ജനമാണല്ലോ ഏറ്റവും വലിയ തീരുമാനമെടുക്കുന്നവർ. ആ തീരുമാനം നടപ്പാക്കിയ ജനങ്ങൾക്ക് വേണ്ടിയാകും ഇനി UDF ഇവിടെ ഭരിക്കുക എന്ന ഒരു ഉറപ്പുകൂടി അവർ നൽകുന്നുണ്ട്. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.